അവനാണെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അവക്കാണെങ്കിൽ അറ്റൻഷൻ സീക്കിങ്. ഇങ്ങനത്തെ ഒരു പാർട്ണറാണോ നിങ്ങൾക്കുള്ളത്? അവർക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. എപ്പോഴും ഇരയുടെ പക്ഷം മാത്രം നമ്മൾ കേട്ടാൽ പോരല്ലോ, വേട്ടക്കാരനും കൂടി പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണം. ചില സ്ഥലങ്ങളിലെ ഭാര്യമാരും ഉണ്ട്, ഇതുപോലെ ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ പാർട്ട്നേഴ്സിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് 2-3 ദിവസം മൗനമായിട്ടിരിക്കുക. എന്ത് ചോദിച്ചാലും മിണ്ടത്തില്ല. ഈ ഒരു പാർട്ണർ കെഞ്ചി കെഞ്ചി പുറകെ നടക്കുക. അപ്പൊ ഇവരതിനകത്തൊരു രഹസ്യമായിട്ടുള്ള ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഇവര് അത് പ്രകടിപ്പിക്കാണ്ട് അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് മാക്സിമം അവരെ ആ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ചില പാർട്ട്നേഴ്സ് ഉണ്ട്. അത് ചില ഭർത്താക്കന്മാരും അങ്ങനെയാണ്, ചില ഭാര്യമാരും അങ്ങനെയാണ്. ഇവളൊന്ന് എന്റെ പുറകെ നടക്കട്ടെ, അല്ലെങ്കിൽ ഇവനൊന്ന് എന്റെ പുറകെ തേങ്ങി നടക്കട്ടെ, അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. അത് ഭാര്യയും ഭർത്താവും തന്നെ ആവണമെന്നില്ല കേട്ടോ. കാമുകിയും കാമുകന്മാരുടെ ഇടയിലും ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കുന്നവര്. ഞാനിപ്പം മരിക്കും, നീ ഇങ്ങനെ ചെയ്തില്ല ഞാൻ മരിക്കും, അല്ലെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചില്ല, അല്ലെങ്കിൽ നീ ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ, ഈ പറയുന്ന പോലെയൊക്കെ കാണിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ നീ ഇന്ന ആളോട് മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് കാമുകിയും കാമുകനോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആരും ആവാം. ഒരു പാർട്ണർ ചിലപ്പോൾ അങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് മരിക്കണമെന്ന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ഭയങ്കര പേടിയായിരിക്കും താനും മരിക്കാൻ. പക്ഷെ ഈ ഒരു പാർട്ണറെ അവരെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശക്ക് കളിക്കുന്ന ഒരു കളിയാണ്. ഇറിറ്റേറ്റ് ചെയ്ത് അവരെ നമ്മുടെ പുറകെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കളിയാണ്. പക്ഷെ ചില സമയത്ത് പുലി വരുന്നേ പുലി എന്ന് പറയുന്ന പോലെ ചില സമയത്ത് ഇതങ്ങ് കാര്യത്തിലാവുകയും ചെയ്യും. പേടിപ്പിച്ച് മറ്റേ പാർട്ണർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊരു പേടിയില്ലാണ്ടോ, സ്ഥിരം കേൾക്കുന്നതല്ലേ, സ്ഥിരം കാണുന്നല്ലേ, ഇവള് മരിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ ഒരു തോന്നലായിരിക്കും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് ഉണ്ടാവും. അപ്പൊ അവര് വില ഗൗരവമൊന്നും വെക്കത്തില്ല, ഒരു പുല്ലിന്റെ വില പോലും വെക്കത്തില്ല. ഇവരാണെങ്കിൽ എന്ത് ചെയ്യും, കറക്റ്റ് ആ ഒരു സമയം നോക്കി തന്നെ ചിലപ്പോ കുരുക്കിട്ട് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ വിഷം കഴിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അപ്പൊ ഇവരായിരിക്കും നീ ചെയ്തോ എന്ന് പറയുകയും ചെയ്യും. കറക്റ്റായിട്ട് ഇവർ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുത്താനോട്ട് പറ്റത്തുമില്ല. അങ്ങനെ കുറെ പേർക്ക് അബദ്ധം പറ്റി മരിച്ചുപോയ ആൾക്കാർ കുറെ ഉണ്ട് കേട്ടോ. ഇതങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇതിനകത്ത് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആരുടെ ആണെന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത. എരയുടെ ആണോ വേട്ടക്കാരന്റെ ആണോ അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില എരകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഇതുപോലെ വിക്ടിം കാർഡ് ഇറക്കി കളിക്കാൻ തുടങ്ങും. എന്നെ അവർ ഇങ്ങനെ ദ്രോഹിക്കുന്നു, എന്റെ പാർട്ണർ ഇത്ര മാത്രം ദ്രോഹിക്കുന്നു. സത്യത്തിൽ ഈ പാർട്ണറോട് ഇവർക്ക് അടങ്ങാത്ത ഇഷ്ടവും അധിനിവേശവും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ ഒരു വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നത്. ഞാനൊരു എന്താ പറയാ, അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങി ഓടി ഈ ബന്ധത്തിൽ നിന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കുടുങ്ങി കിടക്കുകയാണ് എന്ന്. അതായത് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് അവർക്കൊരു ശ്രദ്ധ വേണം. അപ്പൊ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്നായിരിക്കാം, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു സിമ്പതിയും ഒരു അറ്റൻഷനും ഇവർക്ക് വേണം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഇങ്ങനെ ഒരു പാർട്ണറെ ഭയങ്കരമായിട്ട് ക്രൂവലായിട്ട് ചിത്രീകരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ പാർട്ണർ നമ്മളെ ദ്രോഹിക്കുമ്പോഴുള്ള വീഡിയോസ് എടുത്തു വെക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെയായിട്ട് ലെറ്റർ എഴുതി വെക്കുക. അത് ഇഷ്ടം കൂടുതലായിട്ട് വരുമ്പോഴും അവരിങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ. അതായത് ഇഷ്ടം കൂടിയിട്ട് നമുക്ക് ഒരാളോട് വെറുപ്പായിട്ട് മാറുന്നൊരു സമയമുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, എന്തോരം കിട്ടിയാലും മതി വരാത്ത രീതിയിൽ ആവുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം കുഴിച്ച് ആ ഒരു പാർട്ണറുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. ഇനി അതായത് സ്നേഹത്തിന്റെ ഇനി ഒരു തരുമ്പും ഇല്ല. അയാൾക്ക് ഇനി ഒരാൾക്കൊരു പരിധി ഉണ്ടല്ലോ, സ്നേഹിക്കുന്നതിനൊരു പരിധി ഒരാൾക്കുണ്ട്. അതിൽ കൂടുതൽ നമുക്കിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അതായത് സ്നേഹം തീർത്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ലിമിറ്റ് ഇത്രയായിരിക്കും. ഒരു ഭാര്യയോട് അല്ലെങ്കിൽ ഒരു കാമുകിയോട് അല്ലെങ്കിൽ കാമുകന്റെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് ഇത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവരുടെ ഏറ്റവും ലാസ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. പക്ഷേ ഇവരെത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നിരാശനായിട്ട് അവരുടെ കാര്യം നോക്കി അങ്ങ് പോകുന്നൊരവസ്ഥ. അപ്പോഴും ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിക്ടിം കാർഡ്, നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് പൊതുവെ ആൾക്കാരുടെ ശ്രദ്ധ നേടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ണറെ ക്രൂഷ്യലായിട്ട് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തും. അയാൾ ഭയങ്കര ഒരു വില്ലനായിട്ട് ആ ഒരു കഥയിൽ മാറുന്നൊരു സ്റ്റേജ് ഉണ്ട്. അതിന് അവര് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രേഖകളാണ് ഈ പറയുന്ന വീഡിയോ എടുത്ത് വെക്കുക, അതുപോലെ വോയിസ് ശേഖരിച്ചു വെക്കുക. എപ്പോഴെങ്കിലൊക്കെ പാർട്ണേഴ്സ് തമ്മിലുള്ള വഴക്കുകളൊക്കെ ആയിരിക്കും അതിനകത്ത്. എല്ലാ ബന്ധത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇപ്പൊ സ്നേഹം ആയിക്കോട്ടെ, പൊസസീവ്നെസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പും ദേഷ്യവും ഒക്കെ വരും. എന്തോരം ചെയ്തു കൊടുത്താലും ഒരു ഇതില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു വഴക്കിന്റെ ഒരു രേഖകൾ ഇവർ ശേഖരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് അറിയുന്ന പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാളൊരു വെറും തമാശയായിട്ട് എടുക്കുന്നുള്ളായിരിക്കും. ഈ ശേഖരിക്കുന്ന തെളിവൊക്കെ നാളെ ഇവർക്കൊരു എതിരെ ആവാനുള്ള ഒരു പോയിന്റ് ആണെന്ന് ഒരിക്കലും ഇവർ വിചാരിക്കുന്ന പോലും ഉണ്ടാവത്തില്ല.
അങ്ങനത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്ന ചില ബന്ധങ്ങൾ. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു പാർട്ണർ, ഒരു കാമുകൻ റിലേഷൻഷിപ്പിലാവാം, ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് റിലേഷൻഷിപ്പിലാവാം, ചിലപ്പോൾ എന്താ പറയുക പാരൻസിൽ നിന്ന് അങ്ങനെയുള്ള രീതിയിലോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. അതായത് നമ്മൾ മാത്രമേ സ്നേഹിക്കാവൂ, നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ കാമുകി ആരും ആയിക്കോട്ടെ, അവർ നമ്മൾ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നുള്ള സ്റ്റേജിൽ. അങ്ങനെയാകുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഒരാളെ മാത്രം സ്നേഹിക്കുക, ഒരാൾക്ക് വേണ്ടി മാത്രം എല്ലാ ചെലവുകളും, ഇപ്പോൾ പൈസ ആയിക്കോട്ടെ, അവരുടെ സ്നേഹം ആയിക്കോട്ടെ, സമയം ആയിക്കോട്ടെ, എല്ലാം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ. അപ്പം വേറൊരാളിലായിട്ട് ഇവർക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാണ്ടാവുക, വേറൊരു റിലേഷൻഷിപ്പ് ഇവർക്ക് ബിൽഡപ്പ് ചെയ്ത് വരാൻ പറ്റാണ്ടാവുക. അത് ചിലപ്പോൾ പാരൻസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ. അതായത് പാരൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പാർട്ണറിലോട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനത്തുള്ളൊരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഷാർജയിൽ മരിച്ചിട്ടുള്ള അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ ഭർത്താവായിട്ടുള്ള സതീഷ് ശങ്കറിന്റെ ബൈറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അയാള് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയാൾ എന്താണ് പറഞ്ഞു വെക്കുന്നത്, അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്, അതുപോലെ തള്ളിക്കളയേണ്ടതുണ്ട്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാം. അതുമാത്രമല്ല, സതീഷിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല, അവൻ സൈക്കോ തന്നെയാണെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും ഒരു രീതിയിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, തല്ലിയിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റുകാരൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അയാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച്, അതിന്റെ വിശകലനത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്ക് 2 ലക്ഷം രൂപ പ്രതിമാസം സാലറി ഉണ്ട്. അയാൾ 1 രൂപ പോലും നാട്ടിലോട്ട് അയക്കുന്നില്ല. അതുമാത്രമല്ല, UAE-ലും അയാൾക്ക് യാതൊരു സേവിങ്സും ഇല്ല. അത് അവരുടെ അമ്മയെ ശരി വെക്കുന്നുണ്ട്. ഏകദേശം 5 വർഷമായിട്ട് ഈ പറയുന്ന സതീഷിന്റെ അമ്മയെ സതീഷ് വിളിക്കാറില്ല. സതീഷ് മാത്രമല്ല, ആരും ഈ പറയുന്ന സതീഷും വിളിക്കാറില്ല, അതുല്യം വിളിക്കാറില്ല, ആരും തന്നെ വിളിക്കാറുമില്ല. 10 രൂപ പോലും അവർക്ക് വേണ്ടി ചെലവാക്കാറുമില്ല. അതുപോലെ തന്നെ സതീഷിന്റെ നാട്ടിലൊരു വീടും സ്ഥലവും ഒക്കെ ഉണ്ട്. അതും ഇതുപോലെ റെന്റലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കറക്റ്റായിട്ട് 2 വർഷത്തിൽ അധികമായിട്ട് റെന്റലായിട്ട് കൊടുക്കുന്നു. അവിടെ നിന്നും വരുമാനം വരുന്നുണ്ട്. അത് വാങ്ങിക്കുന്നതും അതുല്യയുടെ വീട്ടുകാരാണ്. അതുല്യയുടെ വീട്ടുകാർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇവന്റെ ജോലിയും സാലറിയും എല്ലാം കണ്ടിട്ട്, അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് അതുല്യനെ ഈ പറയുന്ന സതീഷിന് വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുല്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണം വരെ സതീഷിന്റെ സാലറി എന്നുള്ള തുകയെല്ലാം ഈ ഒരു വീട്ടുകാരും അതുല്യയുടെ കുടുംബവും ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു പശുവിനെ പോലെ സതീഷിനെ ശരിക്കും ഊറ്റിപ്പിഴിഞ്ഞ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് സതീഷിന്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. ഇനി രേഖകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും വ്യക്തമായേക്കാം. എന്നാലും ഈ 2 ലക്ഷം രൂപ അത് ഏത് രീതിയിൽ ചെലവായി പോകുന്നു നമുക്കൊന്ന് നോക്കാം. ഷാർജ പോലൊരു സിറ്റിയിൽ താമസിക്കാൻ 2000 ദിർഹംസ് ഒക്കെയാണ് ചെലവാകത്തുള്ളൂ. ഇതിന് പുറമെ ഇയാൾക്ക് വരുന്ന ഒരു ചെലവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ആയിരിക്കും. അതായത് 3.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താലാണ് അയാൾക്ക്, ദുബായിലാണ് ജോലി. അപ്പൊ ഷാർജയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ദുബായിൽ വരണം. അപ്പൊ ഡെയിലി ഇയാളൊരു 3.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ വലിയൊരു ടൈം തന്നെ ഇയാൾ ട്രാവൽ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഈ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു മണിക്കൂറുകൾ തന്നെ ഇയാൾ ട്രാവൽ ചെയ്ത് സഞ്ചരിക്കുന്നുണ്ട്. എന്നാലും അതിന്റെ എക്സ്പെൻസ് ആയിട്ട് ഒരു 1000 ദിർഹംസ് നമുക്ക് കൂട്ടാം. ഇനി ഇയാളുടെ ഡെയിലി എക്സ്പെൻസോ അതല്ലെങ്കിൽ ഇയാളുടെ ഈ കള്ളു കുടിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം കൂട്ടിയാലും വീട്ടിലെ ചെലവും എല്ലാം കൂട്ടിക്കഴിഞ്ഞാലും ഒരു 3000 ദിർഹംസും കൂടി നമുക്ക് കൂട്ടാം. എന്നിരുന്നാൽ പോലും ഇയാളുടെ കയ്യിൽ ബാക്കി 5000 ദിർഹംസ് കാണണം. അപ്പൊ ഈ ഒരു ഈ തുക എവിടെയായിരിക്കും ഇവർ ചെലവാക്കിയിട്ടുണ്ടാവുക? ഇയാൾക്ക് ഇനിയിപ്പോ EMI കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കട്ടെ, എന്നിരുന്നാൽ പോലും ബാക്കി തുക കാണണോ ഇയാളുടെ കയ്യിൽ? അപ്പൊ കറക്റ്റ് ആയിട്ട് സതീഷ് പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഈ ഒരു തുക അതുല്യക്ക് വേണ്ടി തന്നെയാണ് ചെലവാക്കുന്നത്. അതല്ലെങ്കിൽ അവരുടെ മകൾക്ക് വേണ്ടി, ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്, അല്ലെങ്കിൽ അതുല്യയുടെ വീട്ടിലോട്ടാണ് അയച്ചു കൊടുക്കുന്നത്, ചെലവാക്കുന്നത് എന്ന് തന്നെ നമുക്ക് സതീഷിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവും കൃത്യവുമാണ്. സതീഷ് ഏകദേശം 11 വർഷമായിട്ട് അതുല്യയുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഈ ഒരു കാലയളവിൽ മൊത്തം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ എമൗണ്ട് ഈ അതുല്യയുടെ വീട്ടുകാരും കൈപ്പറ്റിയിട്ടുണ്ട്. അത് സതീഷ് പറയുന്നത് വളരെ വ്യക്തവും കൃത്യം തന്നെയാണ്. സതീഷിനെ ന്യായീകരിക്കൊന്നുമല്ല കേട്ടോ. ആ സൈക്കോനെ ന്യായീകരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സതീഷിന്റെ ഭാവവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോ തൊട്ടാണ് സതീഷ് സൈക്കോ ആയി തുടങ്ങിയിട്ടുണ്ടാവുക? ഈ അതുല്യ പോവാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴായിരിക്കും സതീഷിന് തോന്നിയിട്ടുള്ളൂ, ഇത്രയൊക്കെ ഞാൻ ഇവൾക്ക് വേണ്ടി ചെയ്തിട്ടും എന്റെ വീട്ടുകാരെ സകലവരെ ഉപേക്ഷിച്ചു, എന്റെ കുടുംബക്കാരില്ല, ഇപ്പൊ എന്റെ കൂടെ അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങൾ ആരുമില്ല,
എല്ലാവരും ഉപേക്ഷിച്ചു. ഈ സമ്പത്ത് മൊത്തം 11 വർഷക്കാലങ്ങളായിട്ട് ഇവളുടെ വാക്കും കേട്ട് ചെലവഴിച്ച് വെക്കുന്നിട്ട് ഇവൾ എന്താണ് എന്നെ വിട്ടുപോവാന്നും എന്നെ മനസ്സിലാക്കാണ്ട് പെരുമാറണേ എന്നുള്ളൊരു രീതിയിൽ സതീഷ് സൈക്കോയായി മാറിയിട്ടുണ്ടാവും. സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ഒരു സൈക്കോ എന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലോട്ട് വളർത്തിയെടുക്കാൻ കാരണം ഈ അതുല്യയുടെ വീട്ടുകാരും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും അതിനകത്ത്. അതുല്യയുടെ വീട്ടുകാരുടെ മെന്റാലിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന പോലുമില്ല. നമുക്കൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേട്ടത്തിയോ ആരെങ്കിലും ബന്ധത്തിലുള്ള ഒരാൾ മരിച്ചാൽ തന്നെ നമുക്ക് ബോധം വീഴുവോ? നമുക്ക് കരഞ്ഞു തളർന്ന് നമുക്കൊരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ? ഒരു നാഴി വെള്ളം അകത്തോട്ട് പോവുമോ? നമ്മുടെ മൈക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് എങ്ങനെയാണ് ഇങ്ങനെ കോൺഫിഡൻസോട് കൂടി ഈ കഥകളെല്ലാം ഓർത്ത് പറയാൻ പറ്റുന്നത്? ഒരു ഓർമ്മയോ വെളിവോ ചിന്തിച്ചെടുക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെന്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മകളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഒരു അച്ഛനും അമ്മയും എല്ലാ വിഷയങ്ങളും അറിയാം, A to Z കാര്യങ്ങൾ അറിയാം. അപ്പൊ ഈ മകളെല്ലാം വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടല്ലായിരിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത് എല്ലാത്തിനും ഒരു ഇവര് അച്ഛനും മക്കളും തമ്മിൽ, അതായത് ഈ അതുല്യ അമ്മയും അച്ഛനും സഹോദരി എല്ലാം ഒരു ഗ്യാങ് ആയിട്ട് നിന്നിട്ട് ഈ സതീഷിനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ചെറിയ ഫ്രസ്ട്രേഷനും കാര്യങ്ങളെല്ലാം സതീഷിനും ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല, സതീഷിന് ഈ ഒരു പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഇവളെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല അയാൾക്ക്. അപ്പൊ അങ്ങനെയായി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവൾക്ക് വേണ്ടി എല്ലാവരും കളഞ്ഞിട്ട് അയാൾ ആ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി. ലാസ്റ്റ് ഇവളും പറയുന്നു എനിക്ക് വേണ്ട എന്നുള്ളൊരു വാക്ക്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അയാൾ മാനസികമായിട്ട് അത് തളർത്തി കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു രീതിയിൽ അയാളൊരു സൈക്കോയും ആയിട്ടുണ്ടാവാം. മാത്രമല്ല, അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അയാൾക്ക് 40-ാം വയസ്സിലുണ്ടായ ഒരു കുട്ടി, അത് ഇയാളോട് പോലും അഭിപ്രായം ചോദിക്കാണ്ട് ഈ ഒരു അതുല്യയുടെ അമ്മയും പോയിട്ട് അബോർഷൻ ചെയ്തു. അതിനെക്കുറിച്ച് അതുല്യയുടെ അമ്മ യാതൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ഒരു പെൺകുട്ടി ഇയാളെ വിട്ടിട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നതും. അങ്ങനെയാണ് അവൾ കൊണ്ടുപോയി അവളുടെ തീരുമാനപ്രകാരം കൊണ്ടുപോയി അബോർഷൻ ചെയ്യുന്നതെങ്കിലോ ഇയാളുടെ സമ്മതമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. മാത്രമല്ല, ഇവര് മുൻകൂട്ടി പ്ലാൻ ചെയ്യാണ്ടുണ്ടായത് കുട്ടിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അയാളത് പ്രകടിപ്പിച്ചിട്ടും ഉണ്ടാവും. ഇയാളുടെ ഒരു സ്വഭാവത്തിന്റെ അയാൾ തീർച്ചയായിട്ടും അത് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ഇവക്കത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ട് ഇവള് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അവള് എന്തായാലും വിട്ടു പോവല്ലേ. ഇനിയിപ്പോ ഒരു കുഞ്ഞിനെയൊന്നും പ്രസവിച്ച് പോറ്റാനൊന്നും താല്പര്യമില്ലാണ്ട് അവള് പോയിട്ട് ഇതുപോലെ അബോർഷൻ ചെയ്താണല്ലോ സ്വയമേ തീരുമാനം എടുത്തിട്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇതൊരിക്കലും വിക്ടിം ബ്ലെയിമിംഗ് അല്ല, ഇത് സാധ്യതകളാണ്. ഒരാളെ സൈക്കോ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടാവുന്ന ചില സാഹചര്യങ്ങളാണ് ഈ നമ്മൾ വിശകലനം ചെയ്യുന്നത്. പിന്നെ അയാൾക്കൊരു പോരായ്മയും കൂടിയുണ്ട്. അയാളൊരു കള്ളുകൂടിയനാണ് ബേസിക്കലി. അപ്പോൾ എപ്പോഴും അതിനെ ചൊല്ലി ഒരു മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. ഒരു കള്ളുകൂടിയന്റെ കൂടെയല്ലേ ഞാൻ താമസിക്കുന്നത്, അങ്ങനെ. അതായത് നമ്മുടെ പാർട്ണറിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ബ്ലെയിമിംഗ് ഉണ്ട്. അതായത് അയാൾക്ക് ഒരിക്കലും ലഹരി വിട്ടു മാറാൻ പറ്റാത്ത ഒരാളുടെ കൂടെ നമ്മൾ നിന്നിട്ട് അയാളെ ഒരുതരം ബ്ലെയിം ചെയ്യുന്നൊരവസ്ഥ. അയാൾക്ക് ആ ലഹരി വിട്ട് പോകാനും പറ്റത്തില്ല. എന്നാൽ ഇവരെന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇയാളെ ചിലപ്പോൾ ഇവരിലോട്ട് അടുപ്പിക്കാനുള്ള ഒരു മാർഗം ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ അയാൾ കൂടുതലും അന്നേരം കള്ളു കുടിച്ച് മറിഞ്ഞ് കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുകയല്ലാണ്ട് അയാൾ ഒരു മാറ്റി ചിന്തിക്കുന്ന രീതിയില്ല. അതായത് ഇവരൊരു സ്നേഹം നിഷേധിച്ചിട്ട് അയാൾ നന്നാക്കി എടുക്കാനുള്ളൊരു ശ്രമം. അയാളാണ് നേരെ തിരിച്ചും. അയാളുടെ തോന്നിയ മാസം കള്ളും കുടിച്ച് അഴിഞ്ഞാടി ഒരു ജീവിതം നയിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഒരു തരത്തിൽ അയാളെ വലിയൊരു സൈക്കോ ആക്കാൻ അതൊരു കാരണമായിട്ടുണ്ടാവും. അത് മാത്രമല്ല, അയാളുടെ ദേഹത്തെല്ലാം പിടിവലിയുടെ പാടുണ്ട്. അങ്ങനെ അടിച്ചതും ഇടിച്ചതും ഒക്കെ ആയിട്ടുള്ള പാടുണ്ട്. തല്ലിയതും പൊട്ടിയതും എല്ലാം പാടുണ്ട്. കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അടിയുടെ ഭാഗമൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അതുല്യയുടെ ദേഹത്ത് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ ഉണ്ടായതാണ് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ വഴക്ക് കൂടി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമായിരിക്കും. അതുല്യം മിണ്ടാതിരിക്കത്തില്ലായിരിക്കും, അതുപോലെ സതീഷും മിണ്ടാതിരിക്കില്ലായിരിക്കും. ഇവര് വാക്കേറ്റം മാത്രമല്ല കയ്യാങ്കളിയും കൂടി ഉണ്ടാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും രണ്ടുപേരെയും ഭാഗത്ത് മേത്തും ശരീരത്തൊക്കെ ആയിട്ട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയാവാം. അങ്ങനെയും ഇപ്പൊ സാധാരണ ഒരു ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരുടെ എന്തായാലും സൈലന്റ് ആയിട്ട് അങ്ങനെ പോവല്ലായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലൊക്കെ വാക്കേറ്റവും പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ. അപ്പോൾ തന്നെ വഴക്കുണ്ടാവുമ്പോൾ സാധാരണ ഒരു വഴക്ക് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയ്യേറ്റവും വാക്കേറ്റവും ഒക്കെ ആയിട്ട് മുടിയും തലയും എല്ലാം പിടിച്ച് വലിച്ച് കീറുന്ന ആൾക്കാരുണ്ട്. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് മറ്റൊരാൾക്ക് ഇടപെടാൻ പോലും പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞാൽ പോലും രണ്ടുപേർക്കും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് പിരിഞ്ഞു പോകാനും പറ്റത്തില്ല. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു ഈഗോ,
അതും ഒരു കണക്കിന് ആ കുടുംബ ജീവിതത്തിന് വളരെ ദ്രോഹം തന്നെയാണത്. അതുപോലെ അതുല്യയുടെ ഭാഗത്തുനിന്ന് വലിയൊരു പിഴവും കൂടി ഉണ്ടായത്, ഇവർ തമ്മിലുള്ള ഫസ്റ്റ് നൈറ്റിന്റെ കാര്യങ്ങൾ പോലും പലരുമായിട്ട് ഈ ഒരു പെൺകുട്ടി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഒരിക്കലും അതുല്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് സതീഷ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സ്വകാര്യ നിമിഷമൊക്കെ നമ്മൾ പങ്കാളിയായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ, അത് തല്ലോ ഇടിയോ എന്തൊക്കെയാണെങ്കിൽ തന്നെ ഫസ്റ്റ് നൈറ്റിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പങ്കാളിക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുകയും ആൾക്കാരെ മുഖത്ത് പോലും നോക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്വാഭാവികമായിട്ട് ഇടപെടാനോ ഒക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും ഈ പറയുന്ന സതീഷിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം. പോരാത്തതിന് ഈ പറയുന്ന സതീഷ് ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട്. ഡയബറ്റിക് ആണ് അയാൾ. ഇൻസുലിനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഷുഗറിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശാരീരികമായിട്ട് അയാൾ ഓക്കെ അല്ല, അയാൾ ഹെൽത്തി അല്ല. ഡെയിലി ഈ പറയുന്ന പോലെ 5 മണിക്ക് എണീച്ച് പോകുന്ന ഒരാൾ, 11 മണിക്ക് തിരിച്ച് കയറി വരുന്ന ആൾ, അയാൾ ടയേർഡായിരിക്കും. നോർമലി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സാധാരണ ഒരു മനുഷ്യനല്ലേ സതീഷ്, അതല്ലാണ്ട് ഈ പറയും പോലെ അപൂർവ ശക്തികളൊന്നും അയാൾക്ക് ഇല്ലല്ലോ. അപ്പോൾ അയാൾ കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്ക് പ്രധാന കാര്യം അതും കൂടിയായിരിക്കും. അയാൾ ഹെൽത്തി അല്ലാത്തത് ഇവരുടെ ഒരു കുടുംബജീവിതത്തിന് ഒരു പ്രശ്നം തന്നെ ഉണ്ടാവും. അതിനെ ചൊല്ലി ഈ പറയുന്ന അതുല്യ ഇയാളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവും. മറ്റുള്ള കുടുംബാംഗങ്ങളുടെ മുമ്പിലൊക്കെ ഇതിനെ ചൊല്ലി പറയുന്നുണ്ടാവും. കൂട്ടുകാരുടെ അടുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ അടുത്തായിക്കോട്ടെ, അമ്മയുടെ അടുത്തായിക്കോട്ടെ, സഹോദരിയുടെ അടുത്തായിക്കോട്ടെ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഈ പെൺകുട്ടി എന്ത് കാര്യം ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ വോയിസിൽ നിന്നൊക്കെ നമുക്ക് അങ്ങ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂല്ലോ. അപ്പോൾ ഈ വക കാര്യങ്ങളും പറയുമ്പോൾ സതീഷിന് ആകെ ഇൻസൾട്ട് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ സതീഷ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ഇതുപോലെ എല്ലാ കാര്യങ്ങളും അതുല്യ എല്ലാവരോടും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് സതീഷും വിചാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ കുടുംബ പ്രശ്നങ്ങളിൽ പ്രധാന വില്ലനായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനൊക്കെ ആരിലൂടെയൊക്കെ ചോദിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ സജഷൻ എടുക്കലൊക്കെ ആരിലൂടെയൊക്കെ ചോദിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു പരിധിവരെ പേഴ്സണലായിട്ട് നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ പങ്കാളിയായിട്ടുള്ള, അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുത് ഒരു പരിധിവരെ. തല്ലിയും കൊന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യരുതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. തല്ലി അടിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേറൊരോട് പറഞ്ഞ് ധരിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള സമയത്തുള്ള കാര്യങ്ങളൊന്നും ആരോട് ഷെയർ ചെയ്യുന്ന അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പങ്കാളിക്ക് നമ്മളോടൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അയാൾ തന്നെ ചോദിക്കുന്നുണ്ട്, 11 വർഷ കാലയളവായി, അപ്പോൾ ഇത്രയും ദ്രോഹമൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതുല്യ വിട്ടുപോയില്ല? പല പ്രാവശ്യമായിട്ട് പിരിഞ്ഞ് നിൽക്കുകയും കേസിൻ്റെ വക്ക് വരെയും പോയി പല രീതിയിലുള്ള വഴക്ക് ഡെയിലി ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് അതുല്യ പോയില്ല എന്നുള്ള ചോദ്യം അയാൾ തന്നെ ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്നേഹമായിരിക്കാം, അതല്ലെങ്കിൽ തീർത്തും പണം കണ്ടിട്ടായിരിക്കാം ഈ ഒരു നിലനിൽപ്പ് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടാവുക. സതീഷിനെ ശിക്ഷിക്കണം. അയാൾ എന്തെങ്കിലും ദ്രോഹി ഈ പെൺകുട്ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, തല്ലു അടിക്കോ അല്ലെങ്കിൽ ഇതുപോലെ കൊലപാതകം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കറക്റ്റായിട്ട് ശിക്ഷിക്കണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ. അതുല്യയുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ അതുല്യക്ക് വേണ്ടിയോ എത്ര പൈസ സതീഷ് ചെലവാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര പൈസ ഈ ഒരു വീട്ടിലോട്ട് അതുല്യയുടെ വീട്ടിലോട്ട് മേടിച്ചെടുത്തിട്ടുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളെ കറവപ്പശുവായിട്ട് ഉപയോഗിക്കുന്ന ചില ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ഒരു മോനെ തട്ടിപ്പറിച്ച് എടുത്തോണം വെച്ചുകൊണ്ട് ഇവനെ ശരിക്കും മുതലെടുത്തു ആ വീട്ടുകാർ മാത്രമല്ല ഈ ഒരു പെൺകുട്ടിയും മുതലെടുത്തു. അതിന്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്. പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇയാൾ വലിയ കാര്യമാക്കിയിട്ടുണ്ടാവില്ല ഈ ഒരു ലാസ്റ്റ് ടൈമിൽ. അപ്പൊ പേടിപ്പിക്കലിന്റെ ഒരു ഒന്നുകൂടെ ലെവൽ അങ്ങോട്ട് മാറ്റി ഒന്ന് ചെയ്താവാനാണ് ചാൻസ്. അപ്പോൾ അതിന്റെ ജീവനും പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും തെളിവ് ശേഖരിച്ച ഒരു പെൺകുട്ടി എന്തുകൊണ്ടായിരിക്കും ഒരു കത്തെഴുതി വെക്കാഞ്ഞത്? ഒരു കത്ത് പോലെ എഴുതി വെക്കേണ്ട ഒരാൾ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി വിഭജിക, അവൾ മരിച്ചപ്പോൾ കറക്റ്റായിട്ട് കത്തെഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കത്തെഴുതി വെച്ച് അവളുടെ സ്വർണവും കാര്യങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓക്കെ, അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമുള്ളൂ. അതൊരു വലിയ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമല്ല. കാരണം കറക്റ്റായിട്ട് അവളുടെ സ്വർണ്ണമൊക്കെ ഏൽപ്പിച്ച് കറക്റ്റായിട്ട് അവൾ പ്ലാൻ ചെയ്തൊരു കാര്യം. പക്ഷെ ഇവളുടെ ഈ ഒരു പെൺകുട്ടിയുടെ, അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു കത്ത് പോലും ആ റൂമിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഒന്നെങ്കിൽ അത് സതീഷെടുത്ത് മാറ്റിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഈ പറയുന്നത്. അത് മാത്രമല്ല, ഈ പെൺകുട്ടി എല്ലാത്തിനും വീഡിയോ എടുത്ത് അയക്കുന്ന ആളാണ്, എല്ലാത്തിനും തെളിവ് ഉണ്ടാക്കി വെക്കുന്ന ആളാണ്, എല്ലാത്തിനും വോയിസ് അയപ്പിച്ച് ഒന്നെങ്കിൽ അമ്മയ്ക്കോ അനിയത്തിക്കോ ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടി ഒരു വോയിസ് നോട്ട് അയച്ചില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല? അപ്പൊ അതൊക്കെ ഒരു സംശയത്തിന്റെ ഒരു നിഴലിൽ തന്നെ നിൽക്കുന്ന കാര്യമാണ്. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല. അപ്പൊ ഈ ഒരു
പെട്ടെന്നുള്ള ഒരു പേടിപ്പിക്കൽ, പെട്ടെന്ന് ഈ ചിലപ്പോൾ ഇവൻ പുറത്തോട്ട് പോകാൻ നിന്നിട്ടുണ്ടാവും, അപ്പൊ ഇവളൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതായിരിക്കും, അത് കളി കാര്യമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, കുറേ ആണുങ്ങളുണ്ട് സ്വന്തം പാർട്ണറെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ബലം ഉണ്ടാവുക. നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ പാർട്ണർ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ ലഹരിയിൽ അടിമയായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ പണം ദൂർത്തടിക്കുന്ന ചില ടീംസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവിന്റെ അമ്മയോ എന്താ പറയാ ആങ്ങളെയോ അല്ലെങ്കിൽ പെങ്ങളോ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൂട്ടും ചങ്ങാത്തൊക്കെ ഉള്ള ഭർത്താക്കന്മാരുണ്ട്. അവരിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത ബന്ധമുള്ള ഒരു ഭാഗം ഭാര്യമാരുണ്ട്, അതുപോലെ ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അവരിൽ നിന്നെല്ലാം വിട്ടു മാറണം എന്നുള്ളൊരു വാശി ചില പാർട്ട്നേഴ്സിനുണ്ടാവും. നിന്റെ അമ്മയെ വിളിക്കാൻ പറ്റത്തില്ല, നിന്റെ പെങ്ങളെ വിളിക്കാൻ പറ്റത്തില്ല, നിന്റെ അനിയനെ വിളിക്കാൻ പറ്റത്തില്ല, നിന്റെ ചേട്ടനെ വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചില പാർട്ട്നേഴ്സിന് ചില വാശി ഉണ്ടാവും. നീ എൻ്റെത് മാത്രമായിരിക്കണം, നിന്നേന്നുള്ള സ്നേഹം മാത്രമല്ല സമ്പാദ്യം എൻ്റെത് മാത്രമായിരിക്കണം. അങ്ങനെ പിടിവാശിയുള്ള ചില ആൾക്കാരുണ്ടാവും. അപ്പം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്നേഹക്കൂടുതൽ കൊണ്ടാണോ എന്ന് വെച്ചാൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല. സ്നേഹക്കൂടുതൽ കൊണ്ടാണോ ഇങ്ങനെ ഒരാളെ അടക്കി വെക്കാൻ ശ്രമിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാർട്ണറോട് ചെയ്ത് ഭയങ്കര ദ്രോഹം തന്നെയാണ്. അതായത് സ്വന്തമായിട്ടൊന്നും തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് എന്താ പറയുക ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ. സ്നേഹം കൊണ്ട് തന്നെ അവർ എന്താ പറയുക അവിടെ ഒരു ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഇവർ സത്യം പറഞ്ഞാൽ ഈ ഒരു പാർട്ണർ അങ്ങോട്ട് സ്നേഹം കൊടുക്കത്തുമില്ല, വേറൊരാളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ അനുവദിക്കത്തുമില്ല, സ്നേഹം കൊടുക്കത്തുമില്ല. ആ ഒരു അവസ്ഥയിലിട്ട് എത്തിപ്പോകുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. നമ്മുടെ പാർട്ണർ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളുടെ നേരെ ഇങ്ങനെ തെളിവുകൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കരുതലോടെ ഇരിക്കുക. ഇനിയിപ്പോ സതീഷ് കുറ്റക്കാരനാണെങ്കിൽ സതീഷെ കുറ്റപ്പെടുത്തുവാണോ, അത് മാത്രമല്ല അയാളെ ശിക്ഷിക്കുകയും ചെയ്യണം. പക്ഷേ നിങ്ങളുടെ പാർട്ണർ ഇങ്ങനെ നിങ്ങളെ മുതലെടുക്കുന്ന ഒരാളാണ്, നിങ്ങളെ ഒരു എന്താ പറയുക വിക്ടിം കളിച്ച് നിങ്ങളൊരു ക്രൂരനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വില്ലനായിട്ട് ജീവിതത്തിൽ ചിത്രീകരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്ന് കരുതലോടെ ഇരിക്കാം. അങ്ങനെയുള്ളൊരു കേസുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇരയാവാൻ പോകുന്നത് ആണുങ്ങളായിരിക്കും. സ്ത്രീകളെക്കാളും കൂടുതൽ ആണുങ്ങളാണ്. പെട്ടെന്ന് ഒരു കാരണമില്ലാണ്ട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരം അവിടെ വഴക്കുള്ള വീടാണ്, അപ്പൊ സ്ഥിരം വഴക്കുണ്ടായിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പാർട്ണറിന്റെ പേരിലോട്ട് എല്ലാ കുറ്റവും വരാം. തുല്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഒരു പാർട്ണറുടെ പേരിലോട്ട് മാത്രം കുറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഒരു വീഡിയോ വിക്ടിമിനെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ക്രൈമിനെ ന്യായീകരിക്കാനോ ഉള്ളതല്ല. നമ്മൾ ഇതിനകത്ത് സാധ്യതകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ആ ഒരു സെൻസിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടർന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ